നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. സ്വന്തമ്മയും പോറ്റമ്മയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടിരിക്കുന്നത്. ലോകത്ത് ഒരു അമ്മയും മക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ബട്ട് നിങ്ങളത് ചെയ്തു. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. നിങ്ങൾക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്റ്റോറി ഇടാറില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഒരുത്തൻ നിങ്ങൾ കെട്ടിത്തൊങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? ആ വ്യക്തിയുടെ വീഡിയോ വെച്ചിട്ട് വേണമായിരുന്നില്ലേ റിയാക്ട് ചെയ്യുവാൻ? എന്തുകൊണ്ടാണ് രേണുസുതി അത് ചെയ്യാതിരുന്നത്? നിങ്ങളെ വിളിച്ച് സംസാരിച്ചു, നിങ്ങളുടെ വീട്ടുകാരോട് വിളിച്ച് സംസാരിച്ചു, നിങ്ങൾ ഹോസ്പിറ്റലിലാണ് എന്നിങ്ങനെ പല കാര്യങ്ങളല്ലേ ആ വ്യക്തി വന്ന് പറഞ്ഞത്. പല ആളുകളും അത് സത്യമാണെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. എന്നിട്ട് നിങ്ങൾ മാത്രം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇതെല്ലാം കേട്ടുകൊണ്ട് തൂങ്ങുന്ന ആളല്ല രേണുസുതി എന്നുള്ള വെറും ഒരു പോസ്റ്റ് മാത്രമല്ലേ നിങ്ങൾ ഇട്ടത്? സാധാരണഗതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ. ആരെങ്കിലും നിങ്ങളെ പോസിറ്റീവായും നെഗറ്റീവായും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീഡിയോ സഹിതം വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കുവാനുള്ളത്, ഈ ലോകത്തുള്ള എല്ലാവരോടും നിങ്ങൾ പാടി നടക്കുകയാണോ കിച്ചുവിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പൈസയെക്കുറിച്ച്? കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും ആ കണക്കുകളെല്ലാം പുറത്തിടുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇത് ഞാനും എൻ്റെ മകനുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളാണ്, അതൊന്നും നിങ്ങൾ കണ്ടന്റാക്കി പുറത്തിടരുത് എന്നുള്ള ഒരു താക്കീത് നിങ്ങൾക്ക് നൽകാമായിരുന്നില്ലേ? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ കിച്ചുവിനെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. പണ്ടെങ്ങാനോ ആ കുട്ടി വിവരമില്ല പ്രായത്തിൽ എന്തൊക്കെയോ കേസുകളിലെല്ലാം പെട്ടിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ അവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രേണുവിനോട് ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. കിച്ചുവിൻ്റെ പേരിൽ ഇപ്പോൾ എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ? ഈ വീട് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം അവൻ മറ്റേതെങ്കിലും കേസിലെ പ്രതിയാണോ? ഈ കാര്യത്തിന് രേണു ഒരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആ വീട് ലഭിച്ചതിന് ശേഷം കിച്ചു അവിടെ നിൽക്കാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കിച്ചു അവിടെ ഋതപ്പനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ വല്ല തരത്തിലുമുള്ള ബഹളം ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നു എന്നാണ് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ആ പയ്യൻ അവിടെ വന്ന് ഋതപ്പനെ എടുത്തുകൊണ്ട് പുറത്തെല്ലാം പോയി കറങ്ങി അവൻക്ക് വേണ്ടിയതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഇനി നമ്മളറിയാത്ത മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം എല്ലാവരോടും നിങ്ങളെ കാണുവാൻ വരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ച് ബിഗ് ബോസിലുള്ള എല്ലാവരോടും. അങ്ങനെ പറഞ്ഞത് അനുമോൾ തന്നെയാണ്. വയ്യാതിരിക്കുന്ന നിങ്ങളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് വരാൻ നിങ്ങൾ തന്നെയല്ലേ എല്ലാവരോടും ആവശ്യപ്പെട്ടത്? അതുപോലെ ഒരു ആവശ്യപ്പെടൽ നിങ്ങൾ എന്തുകൊണ്ട് കിച്ചുവിനോട് ചെയ്തില്ല? കിച്ചുവിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അമ്മയ്ക്ക് വയ്യാത്തതാണ്, ഒന്ന് വന്ന് കാണണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പറയാമായിരുന്നില്ലേ? നിങ്ങൾക്ക് അവനോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവൻ വാശിപ്പുറത്ത് നിങ്ങളെ കാണാൻ വരാതിരിക്കുകയാണെങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങളത് ക്ഷമിച്ച് അവനെ വിളിക്കണമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ അവൻ കാണാൻ വരാത്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞത്. അതിനു പകരം നിങ്ങൾ അവനോട് എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടും അവൻ വന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്യാതെ നിങ്ങളിതെല്ലാം നേരെ വന്ന് സോഷ്യൽ മീഡിയയിലിട്ടു. അത് കാരണം അവൻക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഏൽക്കേണ്ടി വന്നു. അവസാനം അവനെ കൊണ്ട് പറയാൻ പാടില്ലാത്തതെല്ലാം പറയിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പകരം സിമ്പതിക്ക് വേണ്ടി ഇന്നിപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടില്ലേ അകലം കുറഞ്ഞു വരുന്നു എന്ന്. എന്നിട്ട് സുധിയുടെ ഫോട്ടോക്കരികിൽ നിൽക്കുന്ന നിങ്ങളുടെ ഫോട്ടോ അങ്ങനെയൊന്നും ചെയ്ത് സിമ്പതി വാങ്ങിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ വീഡിയോസ് സ്ഥിരമായി ഇടുകയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളുടെ വീഡിയോ വന്ന് കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ സിമ്പതിയും ഇടയ്ക്ക് കോൺട്രവേഴ്സീസും നെഗറ്റീവ്സും എല്ലാം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കേണ്ട സമയമാണ്. ദയവ് ചെയ്ത് ഇനി പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ സൂക്ഷിക്കുക. ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാകണമെന്ന് ശ്രദ്ധിക്കേണ്ട. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാരും നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തോളുണ്ട്. അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും. പല കാര്യങ്ങൾ രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്.
മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെയും കൂടെ ഒരു തീരുമാനം അതാണ്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തോളുണ്ട്. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിൻ്റെ നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ, അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ചി ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ രാഹുൽ ദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പം അവന് എല്ലാവരും അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്നൊരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ളൊരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽ ദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. കാരണം അവരെ സ്നേഹിക്കുന്നവർ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ കൊച്ചുമകൻ്റെ, ഈ പറഞ്ഞ രാഹുൽ ദാസിൻ്റെ അനുജനായിട്ടുള്ള ഋതുൽ ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പം തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. ബിഷപ്പിന്റെ ഈ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അച്ഛനോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാനിത് പറയാൻ പോകുന്നത്. എൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മുൻകൂറായി തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒന്നും പറയാതിരുന്ന കിച്ചുവിനെ ആദ്യം സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത് ആരാണ്? രേണു ഒരു വീഡിയോയുമായി വന്നതിന് ശേഷമായിരുന്നില്ലേ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്?
അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തായാലും വിവാദമാകുമെന്നുള്ളത് എനിക്കറിയാമെന്ന്. അതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്? എല്ലാത്തിനും തുടക്കമിട്ടിരുന്നത് രേണു തന്നെയായിരുന്നില്ലേ? അവസാനം കിച്ചു എന്ന് പ്രതികരിച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ കിച്ചുവിന് നേരെയല്ലേ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മയും മകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയല്ല. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ ആദ്യ കാരണം രേണു തന്നെയാണ്. രണ്ടാമതേ കിച്ചുവായി വരുന്നുള്ളൂ. കാരണം രേണുവിന്റെ വീഡിയോക്ക് മറുപടിയായിട്ടാണ് കിച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷേ കിച്ചു ആ വീഡിയോയിലൂടെ കാണിച്ച കാര്യങ്ങളോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം അത് കാണിക്കേണ്ട സന്ദർഭം ഇതായിരുന്നില്ല. കിച്ചുവിനെ അത് എത്രയോ മുമ്പേ കാണിക്കാമായിരുന്നു. അതിനെക്കുറിച്ച് കിച്ചുവിന് പ്രതികരിക്കാമായിരുന്നു. കിച്ചുവിന്റെ പല വീഡിയോക്ക് താഴെയും ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് കിച്ചുവിന് ഒരു കണ്ടന്റാക്കിയെടുത്ത് കിച്ചുവിന് അന്ന് പ്രതികരിക്കാമായിരുന്നു. കിച്ചു പ്രതികരിച്ച സമയം ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. ഇപ്പോൾ രേണു അസുഖവുമായി മല്ലിടുന്ന ഒരു സമയമാണ്. ഈ സമയം രേണുവിന് അധികം ടെൻഷൻസോ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളുമില്ലാതെ മനസ്സിന് നല്ല സമാധാനം വേണ്ടിയ സമയമായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയായി തുടക്കമിട്ട ഒരു കാര്യം കുറച്ച് പക്വതയോട് കൂടിയിട്ടെങ്കിലും കിച്ചുവിനെ ഡീൽ ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരി തന്നെയായിരുന്നു ഞാൻ. കിച്ചുവിനെ പാടെ തള്ളിക്കളയുവാനും പറ്റില്ല. കിച്ചുവിന്റെ ഉള്ളിലെ വേദനകളാണ് അവൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രായപൂർത്തിയായ മകന്റെ വേദനയായിരുന്നു കിച്ചു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നത്. കിച്ചുവിന്റെ വീഡിയോയ്ക്ക് ശേഷം രേണു ഇറക്കിയ വീഡിയോയോ അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അമ്മ മകനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോയായിരുന്നു അത്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടത്രേ. അതെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോലും പോകുമെന്നായിരുന്നു രേണു ആ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നത്. മുമ്പ് കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കിച്ചു അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വല്ല പെണ്ണുകേസെല്ലാം എൻ്റെ തലയിൽ കൊണ്ടിടുമെന്നുള്ളത്. അതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് രേണുസുതി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ രേണുവിനോട് എന്തോ കിച്ചു മിസ്ബിഹേവ് ചെയ്ത പോലെയുള്ള സംസാരമാണ് രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെയും ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇത്രയും രേണുവിനോട് മോശമായി പെരുമാറിയ മകനെയാണോ മകൻ എന്നെല്ലാം വിളിച്ചുകൊണ്ട് രേണുസുതി നടന്നിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള വ്ളോഗുകളും വീഡിയോസുമെല്ലാം രേണു തന്നെയല്ലേ പങ്കുവെക്കാറുണ്ടായിരുന്നത്? കിച്ചു എൻ്റെ മകനാണ്, എൻ്റെ മൂത്ത മകൻ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നത്? കിച്ചു അങ്ങനെ ഒരു മോശക്കാരനാണെങ്കിൽ രേണു എന്നോ അവനിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതല്ലേ? പിന്നെ എന്തിനായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള നാടകമെല്ലാം നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത്? പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുവാനുള്ള സമയമല്ല ഇപ്പോൾ. രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടത്. രേണുവിനോട് പല ആളുകൾക്കും സഹതാപം തോന്നിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കിച്ചുവിൻ്റെ വീഡിയോയും അതിനുശേഷമുള്ള രേണുവിൻ്റെ വീഡിയോയും. രേണുവിൻ്റെ വീഡിയോയ്ക്ക് ശേഷം രേണുവിന് ഒരുപാട് ഹെയ്റ്റ്സാണ് വന്നുകൊണ്ടിരുന്നത്. പല ആളുകളും അവരുടെ വീഡിയോയ്ക്ക് താഴെ പോയി ചെയ്യുന്ന കമൻസിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. വയ്യാതിരിക്കുന്ന ഒരാളോട് ചാവാൻ വേണ്ടി പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ദയവ് ചെയ്ത് നമ്മളെല്ലാവരും അവരെ ഇഗ്നോർ ചെയ്തു വിടുക. ഈ സമയം അവർ മനസമാധാനത്തോടെ ആ അസുഖത്തിൽ നിന്ന് കരകയറി വന്നതിന് ശേഷം പോരെ അവരെ ഇനി ചാപ്പ കുത്തുന്നത്. എന്തായാലും അമ്മയും മകനുമായിട്ടുള്ള പുതിയ തല്ലുകളൊന്നും യൂട്യൂബിൽ വരാതെ സൂക്ഷിക്കുക. കാരണം ഇത് കാലാകാലവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് അതുപോലെ തന്നെ ഉണ്ടാകും. ഋതപ്പനെല്ലാം വളർന്നു വന്ന് ആ കുട്ടിയെല്ലാം അറിയാവുന്നതെല്ലാം പ്രായം വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ദയവ് ചെയ്ത് ഈ വിഷയം ഇനിയും വഷളാക്കാതെ രണ്ടുപേരും സൂക്ഷിക്കേണ്ടതാണ്. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാട്ട. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായോ? നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്. സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്.
അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. എന്നെ വെറുതെ വിട് കിച്ചു, കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ, 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്നും എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അബദ്ധഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണ്ട. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്. അതായത് എല്ലാവരും അറിഞ്ഞിട്ട്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ
നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവേത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തു വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഋതപ്പന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു കിച്ചു, എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ, കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ അടക്കും. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്തു വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്തു വിടത്തില്ല മോനെ. ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. 40 ഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരുമില്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി
ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്ന് ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രേണു, നിങ്ങൾ ഇന്നലെ പുറത്തുവിട്ട ആ ചാറ്റില്ലേ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാൻ തോന്നി. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ടൈം എല്ലാവരോടും പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് കഥകളും പാട്ടും ഡാൻസുമായി എൻജോയ് ചെയ്യാമെന്നല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്? ആ സമയം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന കാര്യം കിച്ചുവിനോട് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞത് അന്ന് സ്വപ്നത്തിൽ പോലും അവൻ വിചാരിച്ചു കാണില്ല ഇത് ഒരു AI മാറുമെന്ന്. കാരണം നിങ്ങൾ ബിഗ് ബോസിലെല്ലാം പോയതുകൊണ്ട് നിങ്ങൾക്കൊരു ബിഗ് ബോസ് ഫെയിം ഉണ്ട്. ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് ഇനോഗ്രേഷൻസും അതുപോലെ ഒരുപാട് ആൽബങ്ങളും നിങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന ആളായിരുന്നില്ലേ? അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു. വിദേശ യാത്രകളും അവിടെയുള്ള പ്രൊമോഷൻസുമെല്ലാം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളതല്ലേ? പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ചാനലിലൂടെ വൾഗറായി കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. കിച്ചു വിചാരിച്ചിരുന്നത് സബ്സ്ക്രിപ്ഷൻ ചാനലിലൂടെ നിങ്ങളുടെ പാട്ടും ഡാൻസും ബാക്കിയുള്ള സ്റ്റോറീസും ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെക്കാനായിട്ടുള്ള ഒരു ചാനൽ മാത്രമായിരിക്കുമെന്നാണ് അവൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അവൻ ഗുഡ് എന്ന് പറഞ്ഞത്. അതിൽ നിങ്ങളൊന്നും മോശമായി കാണിച്ചിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ വീഡിയോ വെറും ഏച്ചവയായിട്ട് മാറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ബോഡി ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങും അതുപോലെയുള്ള വീഡിയോസും പിന്നെ ലൈവിൽ വന്ന് ചുണ്ട് കടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞത് മറന്നുപോയോ രേണു? ആ സമയമെല്ലാം സോഷ്യൽ മീഡിയ നിങ്ങളെ ഒരു A-സ്റ്റാർ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ് സബ്സ്ക്രിപ്ഷൻ ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോസും യൂട്യൂബിലേക്ക് പറന്നെത്തുകയായിരുന്നു. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ബോഡി പാർട്സ് വെച്ചിട്ടുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ ആ മകൻ എങ്ങനെ സഹിക്കും? നിങ്ങളെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അലക്കുന്നത് കണ്ടതിന് ശേഷമാണ് ആ മകൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പണത്തിനോടുള്ള ആർത്തിയായി മാറിയിട്ടുണ്ടായിരുന്നു. അവൻക്ക് നിങ്ങൾ കൊടുത്ത മറുപടിയും അങ്ങനെ തന്നെയായിരുന്നില്ലേ? എനിക്ക് ഇതിൽ നിന്ന് 2-2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ വളരെ മോശമായൊന്നും കാണിക്കുന്നില്ലല്ലോ. അവർക്കൊന്നുമില്ലാത്ത കുഴപ്പം പിന്നെ നിനക്കെന്തിനാ എന്നൊക്കെയായിരുന്നില്ലേ നിങ്ങൾ മറുപടിയായി പറഞ്ഞിരുന്നത്? നിങ്ങളുടെ പോക്ക് ശരിയല്ല. സൈബർ ബുള്ളിംഗ് കൂടിയപ്പോഴായിരുന്നു ആ മകൻ നിങ്ങളെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവന്റെ വാക്കിന് ഒരു പുല്ല് വില പോലും നിങ്ങൾ കൽപ്പിച്ചില്ല. എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ അവന്റെ തുടക്കകാലത്തിലുള്ള ചാറ്റും കുത്തിപ്പിടിച്ച് വന്നിരിക്കുന്നത്. നിങ്ങൾ തുടക്കകാലത്തെ ചാറ്റാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷന്റെ ചാറ്റാണ് കാണിച്ചു തന്നിട്ടുള്ളത്. തുടക്കകാലത്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചാനലിലൂടെ പങ്കുവെച്ചതുപോലെയായിരുന്നില്ലല്ലോ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ വീഡിയോസ് ഉണ്ടായിരുന്നത്. ഇതൊന്നും അവൻ വന്ന് പറയില്ലായിരുന്നു. നിങ്ങളായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പറയിപ്പിച്ചത്. സ്വന്തം മകന്റെ വായിൽ നിന്ന് ഇതുപോലെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഇത്രയ്ക്കും ദയനീയമായ അവസ്ഥ വേറെയില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നന്നായി തന്നെ അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാക്കാതെ ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് ഏർപ്പെടുക. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങളൊന്നും മനസ്സിന് കൊടുക്കാതെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നിങ്ങൾ അമ്മയും മകനുമുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണമെന്നാണ് എനിക്കും പറയുവാനുള്ളത്. പിന്നെ രേണു, നിങ്ങളൊരു അമ്മയാണ്. മകനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ വീഡിയോ അത് ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവൻ്റെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ അവൻ പറഞ്ഞു പോയിട്ടുണ്ട് മുൻപ് മദ്യപാനത്തിനും ലഹരിക്കുമെല്ലാം അടിമയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനപ്പെട്ടു വന്ന ഒരു നല്ലൊരു പയ്യനായിട്ടാണ് കിച്ചുവിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോഴും ആ പഴയ കാര്യം പറഞ്ഞ് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്തത് ഒട്ടും ശരിയായില്ല.
പിന്നെ രാഹുൽദാസിനെ പറ്റി അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാൻ പറഞ്ഞതെല്ലാം ഒരു അമ്മയാണോ നിങ്ങളെന്നാണ് ഇപ്പോൾ എനിക്ക് ചോദിക്കുവാൻ വേണ്ടി തോന്നുന്നത്. ഒട്ടും ആത്മാർത്ഥത നിങ്ങൾക്ക് ആ മകനോട് ഉണ്ടായിരുന്നില്ലേ? അവനൊരു പക്ഷേ അവൻ്റെ വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ടാകും. അല്പമെങ്കിലും വിവരത്തോട് കൂടിയിട്ട് സംസാരിക്കണമെന്നാണ് രേണുവിനോട് എനിക്ക് പറയുവാനുള്ളത്. ഈ വാക്കുകളൊന്നും നിങ്ങളെ വേദനപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം പറയുവാൻ. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കൊത്തിയെടുക്കുവാൻ വേണ്ടി പല ആളുകളും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വീഡിയോ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമെല്ലാം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പിന്നെ എനിക്കിതുപോലെ സംസാരിച്ചൊന്നും വലിയ ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ ഒരുപാട് ഭാഗപ്പിഴവുകൾ ഉണ്ടാകും. അതെല്ലാം ഞാൻ മാറ്റിയെടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റായി പറയണം. വീഡിയോയിൽ തെറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി നല്ല രീതിയിൽ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്യുവാൻ മറക്കരുത്.